السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 1,24,000 വരുന്ന പ്രവാചകന്മാർ, അംബിയ മുർസലീങ്ങൾ ലോകത്ത് വന്നിട്ടുണ്ട്. 25ഓളം പ്രവാചകന്മാരുടെ പേരുകളാണ് പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചതെങ്കിലും 1,24,000 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യവിശ്വാസികളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഈ പ്രവാചകന്മാരെ വിശ്വസിക്കൽ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഈ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രവാചകനാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം മുതൽ വിടവാങ്ങൽ വരെയുള്ള എല്ലാ വിഷയങ്ങളിലും വളരെ പ്രത്യേകതകളും അത്ഭുതങ്ങളും നിറഞ്ഞതായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ദഅവത്ത് ഈ ഭൂമിയിൽ 3 വർഷമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ചുരുങ്ങിയ വർഷത്തേക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശത്തിന്റെ അറിവുകളാണ് അവിടത്തേക്ക് നൽകിയ ഇഞ്ചീലിൽ നമുക്ക് കാണാൻ കഴിയുക. പരിശുദ്ധ ഖുർആനിന്റെ ക്രിമിനൽ, സിവിൽ നിയമങ്ങൾ പോലെയുള്ള വിശാലമായ സംഹിതകൾ ഇഞ്ചീലിൽ കാണാൻ കഴിയില്ല. കാരണം 3 വർഷമാണ് അവിടുത്തെ പ്രബോധനം ഈ ഭൂമിയിൽ ഉണ്ടായത്. അതിനാവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങിയ ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു സംവിധാനിച്ചത്, നൽകിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈസാ നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ 2 വിഭാഗം ആളുകൾ വഴിപിഴച്ചു പോയതായി നമുക്ക് കാണാൻ കഴിയും. ഒരു വിഭാഗം ആളുകൾ അവർ യഹൂദികളാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മം എന്ന് പറയുന്നത് അത്യാത്ഭുതകരമായി നടന്ന ജന്മമാണ്. ഈ അത്ഭുതകരമായി നടന്ന ജന്മത്തിൽ ഈസാ നബി അലൈഹിസ്സലാം പിതാവില്ലാതെയാണ് ഈ ലോകത്ത് ഭൂജാതനായത് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ പിതാവില്ലാതെ ഭൂജാതനായ ഈസാ നബി അലൈഹിസ്സലാമിനെ ജാരസന്തതി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് യഹൂദികൾ വളരെ വലിയ പാതകം ചെയ്തവരായി ഈസാ നബി അലൈഹിസ്സലാമിനെ ആക്ഷേപിക്കുക വഴി നേർമാർഗത്തിൽ നിന്ന് പിഴച്ചുപോയ ആളുകളായി നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മറിയം ബീവി ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ആകുന്ന ചോര പൈതലിനെയും എടുത്തുകൊണ്ട് വന്നപ്പോൾ അവർ പറഞ്ഞു, യാ മറിയമു ലഖദ് ജിഇതി ശൈഅൻ ഫരിയ, ഓ മറിയമോ, നീ വലിയൊരു വിഷയവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അവിടുന്ന് മറിയം ബീവി ആക്ഷേപിക്കുകയാണ്, യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ, ഓ മറിയമോ, നിന്റെ പിതാവ് ഒരിക്കലും ഇങ്ങനെ ഒരു ദുഷിച്ച ആളായിരുന്നില്ല. വമാ കാനത് ഉമ്മുകി ബഗിയ, നിന്റെ ഉമ്മയും ഒരു ദുഷിച്ച സ്ത്രീയായിരുന്നില്ല. നീ എന്താണ് ഇങ്ങനെ ഈ വലിയ പാതകവുമായി വന്നിരിക്കുന്നത് എന്ന് ആക്ഷേപിക്കുകയുണ്ടായി. എന്നാൽ ഇങ്ങനെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനത്തിലുണ്ടായ മഹത്തായ അത്ഭുതങ്ങൾ അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് വഴികേടിലായ വിഭാഗമാണ്. ഇതൊരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഈ ജനനത്തിലുണ്ടായ അത്ഭുതം കാരണം കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമിനെ ദൈവമായി കൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനായി കൊണ്ട് അവര് കൂടുതൽ ആവശ്യത്തിലധികം മഹത്വവൽക്കരിക്കുകയും ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് ആരാധന നടത്തുകയും ചെയ്തുകൊണ്ട് അവർ വഴികേടിലായി. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹു ഹുവൽ മസീഹ് ഇബ്നു മറിയം. ലഖദ് കഫറ, അവർ സത്യനിഷേധികളായിരിക്കുന്നു. ആരാണ് അവര്? ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം, മസീഹ് ഇബ്നു മറിയമാണ് ദൈവമെന്ന്, അല്ലാഹു എന്ന് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. വഖാലൽ മസീഹ് യാ ബനി ഇസ്രായീല, ഓ ബനു ഇസ്രായേലരെ, ഉഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബുക്കും,
നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക. റബ്ബി വറബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുക എന്നാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ സന്ദേശം. എന്നാൽ ഈ രണ്ട് തെറ്റുകളെയും തിരുത്തിക്കൊണ്ട് സത്യസന്ധവും സന്തുലിതവുമായ രൂപത്തിൽ ഒരു നിലപാട് വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അടിമയും പ്രവാചകനുമാണ്. അദ്ദേഹത്തിന്റെ ജന്മം അത് അദ്ദേഹത്തിന് അല്ലാഹു നൽകിയ അമാനുഷിക കഴിവായ മുഅ്ജിസത്ത് മുഖാന്തരമാണ് പിതാവില്ലാതെ ജന്മം കൊണ്ടത് എന്ന് പറഞ്ഞു ഒരിക്കലും ദിവ്യത്വം കൽപ്പിക്കാതെ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ പറയാതെ അത്തരം അല്ലാഹുവിനോട് പങ്കുചേർക്കാതെയുള്ള സമീപനമാണ് പരിശുദ്ധ ഇസ്ലാം നൽകിയത്. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചുണ്ടായ മറ്റൊരു തെറ്റിദ്ധാരണ ഈസാ നബി അലൈഹിസ്സലാം വധിക്കപ്പെട്ടു എന്ന പ്രചാരണമായിരുന്നു. കൊന്നു എന്നൊരു വിഭാഗവും അല്ല, സ്വന്തമായി ജീവത്യാഗം ചെയ്തതാണ് എന്ന് മറ്റൊരു വിഭാഗവും പറയുകയുണ്ടായി. എന്നാൽ ഈ രണ്ട് വാദവും ശരിയല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനെ കൊന്നതാണ് എന്ന് പറയുന്ന ആളുകൾ അവർക്കുള്ള മറുപടി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവർ ഈസാ നബി അലൈഹിസ്സലാമിനെ ആരും കൊന്നിട്ടില്ല, ക്രൂശിലേറ്റപ്പെട്ടിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, ഈസാ നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ വേണ്ടി ഒറ്റുകൊടുത്ത മനുഷ്യന് ഈസാ നബി അലൈഹിസ്സലാമിന്റെ സാദൃശ്യത നൽകുകയാണ് ചെയ്തത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നതായി കാണാൻ കഴിയും. മാത്രമല്ല ആ വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പറയുന്നത് ഒരിക്കലും അദ്ദേഹത്തെ കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഈസാ നബി അലൈഹിസ്സലാം വധിക്കപ്പെട്ടിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാം വധിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈസാ നബി അലൈഹിസ്സലാം വധിക്കപ്പെട്ടു എന്നുള്ള വാദം അടിസ്ഥാനരഹിതമാണ്. ആ വാദത്തിന്റെ അടിത്തറ പാകിക്കൊണ്ടുള്ള ഏതെല്ലാം ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടോ ആ അനുഷ്ഠാനങ്ങളൊന്നും സത്യസന്ധമല്ലെന്നും ആ ആചാരങ്ങളുമായി മുസ്ലിമീങ്ങൾക്ക് ബന്ധപ്പെടാൻ പാടില്ലെന്നും വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ആർക്കും ഏത് വിശ്വാസവും പുലർത്താനുള്ള ജനാധിപത്യപരമായ അവകാശം ഏതൊരു മുസ്ലിമിനുമുണ്ട്. അത് നാം മാനിക്കുന്നു. പ്രത്യേകിച്ചും അവരെ മാനിക്കണമെന്നാണ്, മറ്റുള്ള ഇതര മതവിശ്വാസികളെ മാനിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്, സത്യവിശ്വാസികൾക്ക് നൽകിയ സന്ദേശം എന്ന് പറയുന്നത്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന അവരുടെ ദേവന്മാരെ, ദേവിമാരെ, അല്ലെങ്കിൽ അവർ ആരാധിക്കുന്ന വസ്തുക്കളെ, വ്യക്തികളെ ഒരിക്കലും നിങ്ങൾ ആക്ഷേപിക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, അവരെ പരിഹസിക്കാനോ ഇകഴ്ത്താനോ കുറ്റപ്പെടുത്താനോ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ മുസ്ലിമീങ്ങൾക്ക് നൽകിയ താക്കീതാണത്. ഒരിക്കലും മറ്റുള്ള മതവിഭാഗങ്ങൾ അവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ഇകഴ്ത്തി പറയാനോ അല്ലെങ്കിൽ പരിഹസിക്കാനോ കുറ്റപ്പെടുത്താനോ പാടില്ല എന്നാണ് മുസ്ലിമീങ്ങളോട് വിശുദ്ധ ഖുർആൻ ഉദ്ഘോഷിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫലസ്തീൻ ജയിച്ചടക്കിയ ശേഷം ആ ഫലസ്തീനിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾ ബഹുമാനപ്പെട്ട ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായ ലോകം മുഴുവനും കിടുകിടാ ഉറപ്പിച്ച ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ ക്രിസ്ത്യാനികൾ ചോദിക്കുകയുണ്ടായി, യാ അമീറൽ മുഅ്മിനീൻ, ഓ രാജാവ് അവർകളെ, ഞങ്ങൾ ഇതാ ഇവിടുത്തെ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികളാണ്. നിങ്ങൾ ഭരിക്കുന്ന ഈ രാജ്യത്ത് ന്യൂനപക്ഷമായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവകാശമുണ്ടോ, സാധിക്കുമോ, പറ്റുമോ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അന്ന് ക്രിസ്ത്യാനികൾ ചോദിച്ചപ്പോൾ ഉമർ തങ്ങൾ കൊടുത്ത മറുപടി, നിങ്ങളുടെ ആചാരങ്ങളും നിങ്ങളുടെ അനുഷ്ഠാനങ്ങളും നിങ്ങളുടെ ആരാധനകളും അത് മുറ പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് അവരോട് മറുപടി പറഞ്ഞത്.
മാത്രമല്ല അന്ന് അദ്ദേഹത്തോട് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു, ഞങ്ങളുടെ ആഘോഷങ്ങൾ വരുമ്പോ, ഞങ്ങളുടെ ആഘോഷവേളകളിൽ ഞങ്ങളെ പ്രതിമകളെ എഴുന്നള്ളിക്കുന്ന ഒരു പതിവുണ്ട്. ആ പ്രതിമകളെ എഴുന്നള്ളിക്കാൻ ഇനി പാടുണ്ടോ, പറ്റുമോ എന്ന് ഒന്നുകൂടി വ്യക്തമാക്കി ചോദിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിമകളെ എഴുന്നള്ളിച്ച് നിങ്ങളുടെ ആരാധന എന്താണോ, ആചാരങ്ങൾ എന്താണോ, അതുവഴി മുന്നോട്ട് പ്രവർത്തിക്കാനും വിശ്വസിക്കാനും ആചരിക്കാനുമുള്ള അവകാശമുണ്ട് എന്നാണ് അവരോട് മറുപടി പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്നത്, ഇസ്ലാമിക തത്വസംഹിത എന്ന് പറയുന്നത് എല്ലാ മതക്കാരെയും അംഗീകരിക്കുകയും അവരുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വില കൽപ്പിക്കുകയും മാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് ഈ ചരിത്രങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നതാണ്. ചുരുക്കത്തിൽ മറ്റു മതസ്ഥരുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ ആചരണങ്ങളോ അവർ ചെയ്യട്ടെ, അതിനെ എതിർക്കാനോ ചീത്ത പറയാനോ പരിഹസിക്കാനോ ഒരു മുസ്ലിമും പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതേ അവസരത്തിൽ തന്നെ അവരുടെ ആചാരങ്ങൾ ആചരിക്കുമ്പോൾ ആ ആചാരങ്ങളിൽ അവരുടെ വിശ്വാസം പുലർത്താത്ത മുസ്ലിമീങ്ങൾ കടന്നു ചെന്നുകൊണ്ട് അവരെ ആചാരങ്ങളെ അലങ്കോലപ്പെടുത്തുന്ന സാഹചര്യം ഒരിക്കലും പാടില്ല. അവരുടെ ആചാരങ്ങൾ അവർക്ക് മഹത്വമുള്ളതാണ്, അവർക്കത് ശ്രേഷ്ഠത കൽപ്പിക്കുന്നവരാണ്. ആ ആചരണത്തിനും ആചാരത്തിനും പല നിയമങ്ങളും നിബന്ധനകളും അവരുടെ മതത്തിൻ്റെതായിട്ടുണ്ടാകും. ആ നിയമങ്ങൾ പാലിക്കാതെ അവർ ആചരിക്കുന്ന ആചാരങ്ങൾ അത് മുസ്ലിമീങ്ങളും ആചരിക്കാൻ തുടങ്ങി അത് അലങ്കോലമാകുന്നത് ഒരിക്കലും അവർ ഇഷ്ടപ്പെടുന്നവരല്ല, അവർക്കത് ഇഷ്ടമുണ്ടാകുകയില്ല. അതുകൊണ്ട് അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം, പരിശുദ്ധ ഇസ്ലാം എങ്ങനെ ജീവിക്കണമെന്ന് അത് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കർമ്മങ്ങളോ കൊണ്ടു നടന്നുകൊണ്ട് ഒരിക്കലും ഒരു മുസ്ലിമിന് ജീവിക്കാൻ കഴിയില്ല. കാരണം സമ്പൂർണമായ പരിശുദ്ധ ഇസ്ലാമിന്റെ എല്ലാ തത്വ സംഹിതകളും ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മറ്റുള്ള മതങ്ങൾ അവരുടെ ആചാരങ്ങൾ വാരിപ്പുണരാനോ അതിൽ കൈകടത്താനോ അത് നാം ആചരിക്കാനോ പാടില്ല എന്ന് വളരെ വ്യക്തമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. കാരണം ആ മതവിഭാഗത്തിന് അത് പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് തീർച്ചയാണ്. ഏതൊരു മനുഷ്യനും അവരുടേതായ മതവിശ്വാസം അനുസരിച്ച് ഈ ലോകത്ത് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഈ ലോകം ഒരു ഉദ്യാനമാണ്. പല നിറത്തിലുള്ള പുഷ്പങ്ങളും പല രൂപത്തിലുള്ള പല നിറത്തിലുള്ള പുഷ്പങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു ഉദ്യാനം കണ്ണഞ്ചിപ്പിക്കുന്നതാകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളും അവരുടെ ആചാരങ്ങൾ അവർക്ക് വിലപ്പെട്ടതാണ്. ആ ആചാരങ്ങളുമായി പരസ്പരം വൈരാഗ്യമില്ലാതെ, പരസ്പരം പോര് നടിക്കാതെ, പരസ്പരം വൈരാഗ്യങ്ങളോ വർഗീയതയോ ഇല്ലാതെ സൗഹാർദ്ദത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ നാടിന് കഴിയണം, നമുക്ക് കഴിയണം. ഒരിക്കലും ഒരു മതസ്ഥരോടും നമ്മൾ വെറുപ്പോ വിരോധമോ അല്ലെങ്കിൽ കുശുമ്പോ വൈരാഗ്യമോ വെച്ച് പുലർത്താൻ പാടില്ല. ഈ സന്ദേശം എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ ഉലമാക്കൾ, പണ്ഡിതന്മാർ അതാണ് നമ്മെ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, വീടുകളിൽ സ്റ്റാർ തൂക്കി, വീടുകളിൽ കേക്ക് മുറിച്ച്, വീടുകളിൽ അപ്പൂപ്പന്താടി വെച്ച വേഷം ധരിച്ച് മറ്റു മതസ്ഥരായ ആളുകൾ അവര് പരിഭാവനത്തോടെ കൊണ്ടു നടക്കുന്ന, പരിശുദ്ധമായി അവർ ആചരിക്കുന്ന ആ ആചാരങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് അവരുടെ ആചാരങ്ങളെ നമ്മൾ ശല്യം ചെയ്തുകൊണ്ട് നമ്മോട് വെറുപ്പുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് എല്ലാ സത്യവിശ്വാസികളോടും ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. റഹ്മുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു ഈ ലോകത്ത് എല്ലാവരും സന്തോഷത്തോടെ, സൗഹാർദ്ദത്തോടെ, സൗമ്യതയോടെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരുമാറാവട്ടെ. നല്ല സന്തോഷത്തോടെ ഒരു ഉദ്യാനത്തിലെ പുഷ്പങ്ങളെ പോലെ പരസ്പരം സൗഹാർദ്ദത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വിഷമങ്ങളും അല്ലാഹു നീക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ ജോലിയിലും കച്ചവടങ്ങളിലും ഏർപ്പാടുകളിലും വരുമാന മാർഗങ്ങളിലും അല്ലാഹു വർധനവും പുരോഗതിയും നൽകുമാറാവട്ടെ. നമ്മളെ സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു സഹായം നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.